my dears, welcome to ACS online class. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 116. ഓക്കെ, മിസ് വായിക്കാം. Double her weight. Kunyamma's parents have a different way of celebrating Independence Day because Kunyamma was born on that day. എന്താണ് കുഞ്ഞമ്മ എന്ന കുട്ടി ജനിച്ചത് ഏത് ദിവസമാണ്? ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് കുഞ്ഞമ്മ എന്ന കുട്ടി ജനിച്ചത്. അപ്പൊ അവരുടെ ആ കുഞ്ഞമ്മയുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്? They buy sweets double of Kunyamma's weight and distribute them among poor people. ഓക്കെ, അപ്പൊ കുഞ്ഞമ്മ എന്ന കുട്ടി ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ജനിച്ചത് കൊണ്ട് ആ കുഞ്ഞമ്മയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യും? അവര് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ്. കുഞ്ഞമ്മയ്ക്ക് ഓരോ വയസ്സ് പ്രായമുള്ളപ്പോൾ വെയിറ്റ് നോക്കും. എന്നിട്ട് ആ കുഞ്ഞമ്മയുടെ ആ പ്രായത്തിലുള്ള വെയിറ്റിന്റെ ഇരട്ടി വെയിറ്റ് ഉള്ള മധുരങ്ങൾ പാവപ്പെട്ടവർക്ക് നൽകും. ഓക്കെ, കണ്ടില്ലേ? കുഞ്ഞമ്മ ജനിച്ച സമയത്ത് കണ്ടോ, തൂക്കം നോക്കുന്നത് കണ്ടോ? കുഞ്ഞമ്മ ഒരു സൈഡില് ആ കുട്ടിയെ കിടത്തിയിരിക്കുകയാണ്. അതിന്റെ ഇരട്ടി വെയിറ്റ്, ആ കുട്ടിയുടെ ഭാരം എത്രയുണ്ടോ ആ ഭാരം അളന്നിട്ട് അതിന്റെ ഇരട്ടി വെയിറ്റ് ഉള്ള ഭാരം മറ്റേ സ്ഥലത്ത് മറ്റേ ആ ത്രാസിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കും. When Kunyamma was born, she was 3 kilogram. കുഞ്ഞമ്മ ജനിച്ച സമയത്ത് കുഞ്ഞമ്മയ്ക്ക് 3 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. Today is Independence Day and Kunyamma is 5 years old. കുഞ്ഞമ്മയ്ക്ക് എന്താണ് 5 വർഷമായപ്പോൾ ഉള്ള ആ ബർത്ത്ഡേയുടെ അന്ന് കുഞ്ഞമ്മയുടെ വെയിറ്റ് എത്രയാണ്? ഷീ ഈസ് 28 കിലോഗ്രാം now. ഓക്കെ, കുഞ്ഞമ്മയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ കുഞ്ഞമ്മയുടെ വെയിറ്റ് 28 കിലോഗ്രാം ആണ്. കുഞ്ഞമ്മ ജനിച്ചപ്പോൾ കുഞ്ഞമ്മയ്ക്ക് 3 കിലോഗ്രാം ഉണ്ട്. പിന്നെ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ കുഞ്ഞമ്മയുടെ വെയിറ്റ് 28 കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്: Notice her weight and the amount of sweets her parents distribute every Independence Day. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ അന്നാണ് ജനിച്ചത്. അങ്ങനെയെങ്കിൽ അന്നത്തെ ദിവസം എത്രയൊക്കെ വീതം ഭാരമുള്ള മധുരങ്ങളാണ്, സ്വീറ്റ്സ് ആണ് അവർ ആ മാതാപിതാക്കള് കുഞ്ഞമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് പാവപ്പെട്ടവർക്ക് എത്ര കിലോ വെയിറ്റ് ഉള്ള മധുരങ്ങളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കുഞ്ഞമ്മാസ് ഏജ്, കുഞ്ഞമ്മയുടെ പ്രായം താഴത്തോട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞമ്മയുടെ വെയിറ്റ്, ആ പ്രായത്തിലുള്ള വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എമൗണ്ട് ഓഫ് സ്വീറ്റ്സ്, അങ്ങനെയെങ്കിൽ ആ പ്രായത്തിൽ എത്ര സ്വീറ്റ്സ് ആയിരിക്കും ആ മാതാപിതാക്കള് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. അറ്റ് ബർത്ത്, ജനിച്ച ആ സമയത്ത് കുഞ്ഞമ്മയുടെ ഭാരം 3 കിലോഗ്രാം ആയിരുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ കൊടുത്ത സ്വീറ്റ്സിന്റെ അളവ് എന്തായിരുന്നു? 3 + 3, ആ ഒരു വെയിറ്റിന്റെ ഇരട്ടി അല്ലെ. 3 + 3, 3യുടെ കൂടെ ആ 3 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 6 കിലോഗ്രാം സ്വീറ്റ്സ് ആണ് പാവപ്പെട്ടവർക്ക് ആ ജനിച്ച ദിവസം കൊടുത്തത് അല്ലെ. ഇനി ഫസ്റ്റ് 1 year old, അതായത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് കുഞ്ഞമ്മയുടെ വെയിറ്റ് എത്രയാണ്? 9 കിലോഗ്രാം ആണ് അല്ലെ. 9 കിലോഗ്രാം ആയപ്പോൾ അന്നത്തെ ദിവസം അവര് വിതരണം ചെയ്തിരിക്കുന്ന സ്വീറ്റ്സിന്റെ അളവ് എത്രയായിരിക്കും? 9 + 9, ഇത് കുഞ്ഞമ്മയുടെ ആ ഒരു വെയിറ്റും പിന്നെ എന്താണ് അതിനോട് സമാനമായ ആ ഒരു ഇരട്ടി വെയിറ്റ് എടുത്തിരിക്കുകയാണ് അല്ലെ. 9 + 9, ഉത്തരം എന്താണ്? 18 കിലോഗ്രാം. അവിടെ എഴുതി. ഇനി അടുത്ത് 2 years old, കുഞ്ഞമ്മയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ എത്രയോ കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അന്ന് കൊടുത്ത സ്വീറ്റ്സിന്റെ അളവ് 13 + 13 ആണ് അല്ലെ. ഇരട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 13 കിലോ ആയിരിക്കണം അല്ലെ. ആ 13ന്റെ ഇരട്ടി 13 + പിന്നെയും ആ നമ്പർ 13, അപ്പോൾ 26 എന്ന് കിട്ടും. അപ്പോൾ 26 കിലോഗ്രാം പൊട്ടറ്റോസ് അല്ല സ്വീറ്റ്സ് ആണ് കൊടുത്തിരുന്നത്. അങ്ങനെയെങ്കിൽ ആ 13 ആയിരിക്കണം അല്ലെ കുഞ്ഞമ്മയുടെ ആ 2 വയസ്സിലുള്ള വെയിറ്റ്. ഇനി 3 വയസ്സിലോ 17 കിലോഗ്രാം കുഞ്ഞമ്മയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കൊടുത്ത സ്വീറ്റ്സിന്റെ അളവ് 17 + 17 ആയിരിക്കണം. ഉത്തരം എന്താണ്? 34 കിലോഗ്രാം ആണ്. സ്വീറ്റ്സ് ആണ് പാവപ്പെട്ടവർക്ക് കൊടുത്തത്. ഇനി കുഞ്ഞമ്മയ്ക്ക് 4 years old, 4 വയസ്സ് പ്രായമുള്ളപ്പോൾ കുഞ്ഞമ്മയ്ക്ക് എത്രയോ കിലോ ഭാരം ഉണ്ടായിരുന്നു. അന്ന് കൊടുത്ത സ്വീറ്റ്സിന്റെ അളവ് എന്തായിരിക്കും? അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ജനിച്ചപ്പോൾ എത്രയായിരുന്നു? 3 ആയിരുന്നു. പിന്നെ അത് 9 ആയി അല്ലെ. പിന്നെ അത് 13 ആയി. പിന്നെ അത് 17 കിലോഗ്രാം ആയി. അങ്ങനെയെങ്കിൽ അടുത്ത വെയിറ്റ് കണ്ടുപിടിക്കണം. ഇത് ജനിച്ചപ്പോൾ ഇത് 1 വയസ്സ്, ഇത് 2 വയസ്സ്, ഇത് 3 വയസ്സ്, 4 വയസ്സ് അല്ലേ. അപ്പോൾ ജനിച്ചപ്പോൾ
3 കിലോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ എത്രയായി? പിന്നെ അത് 9 കിലോ. ഒരു വയസ്സായപ്പോൾ ഇത് 9 കിലോ ആയി. പിന്നെയോ അത് 13 കിലോ ആയി. അപ്പൊ എത്രയാ? 9-ൽ നിന്ന് 13 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഡിഫറൻസ് എത്രയാണ്? 4 കിലോ ഭാരം വെച്ച് അല്ലേ. ഇനി 13-ൽ നിന്ന് 17-ലോട്ടോ എത്രയായിരിക്കും? അവിടെയും എന്താണ്? 4 കിലോ ഭാരമാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഏകദേശം 4 വയസ്സായപ്പോൾ നമുക്ക് 22 എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ 22 കിലോഗ്രാം ഭാരമായി കുഞ്ഞമ്മയ്ക്ക്. അങ്ങനെയെങ്കിൽ അന്നത്തെ ദിവസം ചെലവഴിച്ച എന്താണ് സ്വീറ്റ്സിന്റെ എത്ര അളവായിരിക്കും? 22 + 22 ചെയ്ത് നോക്കിക്കുക എല്ലാവരും. എന്ത് കിട്ടും? 44 കിലോഗ്രാം. അപ്പോൾ 4 വയസ്സ് പ്രായമുള്ളപ്പോൾ 22 കിലോഗ്രാം ആണ് കുഞ്ഞമ്മയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അന്നത്തെ ദിവസം എത്ര കിലോ സ്വീറ്റ്സ് ആണ് പാവപ്പെട്ടവർക്ക് കൊടുത്തത്? 44 കിലോഗ്രാം. അങ്ങനെയെങ്കിൽ 5 വയസ്സുള്ളപ്പോൾ എന്തായിരിക്കും? 28 കിലോഗ്രാം ഉണ്ട് കുഞ്ഞമ്മയ്ക്ക് വെയിറ്റ്. അങ്ങനെയെങ്കിൽ അന്നത്തെ ദിവസം കൊടുത്ത സ്വീറ്റ്സിന്റെ അളവ് എത്രയായിരിക്കും? 28 + 28 എന്താണ് ഉത്തരം? ചെയ്ത് നോക്കുക. 56 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഭാരമുണ്ടോ അതിന് ഇരട്ടി എന്താണ്? ഇരട്ടി ഭാരമുള്ള സ്വീറ്റ്സ് ആണ് പാവപ്പെട്ടവർക്ക് ആ മാതാപിതാക്കൾ നൽകിയത് അല്ലേ. Okay, you can ask your parents how much a 2-year-old or 4-year-old child could fit. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കണം. 2 വയസ്സ് പ്രായമുള്ളതും അതുപോലെ തന്നെ 4 വയസ്സ് പ്രായമുള്ളതുമായ കുട്ടികൾക്ക് എത്ര കിലോ ഭാരം വരും എന്ന് നിങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കണം. എന്നിട്ട് അവിടെ എഴുതണം കേട്ടോ. 2-year-old child has about dash kilogram of weight. ഇനി 4-year-old child has about ഡാഷ് കിലോഗ്രാം ഓഫ് വെയിറ്റ്. ആ ഡാഷിന്റെ അവിടെ എത്ര തൂക്കമായിരിക്കും അവർക്കുള്ളതെന്ന് മാതാപിതാക്കളോട് ചോദിച്ചിട്ട് അവിടെ എഴുതുക. ഇനി ഉറുമ്പിന്റെ സംശയം നമുക്ക് ഉത്തരം ചെയ്തു കൊടുക്കാം. ഗസ് യുവർ ഓൺ വെയിറ്റ്. ഇനി നിങ്ങളുടെ വെയിറ്റ് എത്രയായിരിക്കും? നിങ്ങൾ മക്കളുടെ വെയിറ്റ് എത്രയാണെന്ന് അവിടെ എഴുതുക. മിസ് ഏകദേശം 20 പറയുകയാണ് കേട്ടോ. 20 ചെയ്ത് മിസ് നിങ്ങൾ അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ അവിടെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾ അളന്ന് നോക്കുക. അമ്മയോടും വാപ്പായോടും ചോദിക്കുക. എന്നിട്ട് അവിടെ എഴുതുക. ഇനി അടുത്ത പേജ് നമ്പർ 170. Yum writes, Shugoto heard about a new dish on the radio. Shugoto എന്ന ആള് എന്താണ്? ഒരു വെറൈറ്റി ഡിഷ്, ഒരു വെറൈറ്റി പാചകം ചെയ്യാൻ പോവാണ്. റേഡിയോയിൽ കേട്ട ഒരു പാചകമാണ്. He wants to try making it. അത് എന്താണ്? ശ്രമിക്കുകയാണ്, ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. When he notes down how to make it, he gets confused. This is what he notes down. ആ റേഡിയോയിൽ കേട്ട ആ പാചകക്കുറിപ്പുകളെല്ലാം ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഈ ഷുഗോറ്റിന് ഭയങ്കര സംശയം. ഇത് എഴുതിയേക്കുന്ന എല്ലാം ശരിയാണോ? ഈ പറഞ്ഞ അളവ് പ്രകാരമാണോ? ഷുഗോറ്റോ എങ്ങനെയാണ് ആ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്നത്? ഒന്ന്, pour 2 spoons of water in the pot. 2 സ്പൂൺ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിക്കുക. 2, boil the water and add വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് എന്തൊക്കെ ആഡ് ചെയ്യണം? 1 pinch of dal, ഒരു പിഞ്ച് പരിപ്പ്. 1/2 kilogram റെഡ് ചില്ലി പൗഡർ, 1/2 കിലോ മുളക് പൊടി. 1 ബൗൾ സോൾട്ട്. 1 ബൗൾ സോൾട്ട് ഒക്കെ ആരെങ്കിലും ചേർക്കും ഒരു കറിക്ക്? നമ്മൾ 2 സ്പൂണൊക്കെ അല്ലെങ്കിൽ 1 സ്പൂണൊക്കെ ഒരു കറിക്ക് ചേർക്കത്തുള്ളൂ. അപ്പോൾ ഷുഗോറ്റ് എഴുതിയിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട് അല്ലേ. ആ അളവെല്ലാം റെഡ് മാർക്കിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. 1 ബോൾ ഓഫ് സോൾട്ട് കണ്ടോ. ആ തൂക്കമുള്ള ഭാഗങ്ങൾ 2 സ്പൂൺ, 1 പിഞ്ച്, 1/2 കിലോ, 1 ബോൾ കണ്ടോ. അളവുകളെല്ലാം ചുമന്ന മഷിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അളവുകളിൽ എന്തോ വ്യത്യാസം സംഭവിച്ചതിന് ഷുഗോറ്റൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. സത്യമാണ്, ഈ 1 ബോൾ ഓഫ് സോൾട്ട് ഒന്നും നമ്മൾ ഒരു കറിക്കും അല്ലെങ്കിൽ ഒരു പാചകത്തിനും ചേർക്കത്തില്ല. ഉപ്പ് കൊണ്ട് കഴിക്കുക അല്ലേ. 3, now put a spoon of rice. 1 സ്പൂൺ റൈസ്, 1 സ്പൂൺ അരിയാണോ നമ്മൾ ഒരാൾക്ക് പോലും കഴിക്കാൻ കാണത്തില്ല. 1 സ്പൂൺ അരി അല്ലേ. കുഞ്ഞു കുട്ടിക്ക് പോലും നമ്മൾ 1 സ്പൂൺ റൈസ് വേവിക്കാൻ ഇടുവോ? ഇല്ല. അപ്പോൾ ഷുഗോറ്റ് 8 എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. 2 a spoon of rice. അവിടെ ആ റൈസ് ഇട്ട ആ അളവ് തെറ്റാണ്, അതുകൊണ്ടാണ് റെഡിൽ കൊടുത്തിരിക്കുന്നത്. A spoon of rice. Add 2 peas and 8 glass of mustard seeds. 2 പീസ്, 2 പയർ മണി അല്ലെ, 2 പയറും 8 ഗ്ലാസ് കടുകും. 8 ഗ്ലാസ് കടുക് ആരെങ്കിലും ഉപയോഗിക്കണം? നമ്മൾ എന്തെങ്കിലും കറിക്ക് അത്യാവശ്യമായിട്ട് അളിക്കാൻ ഇച്ചിരി ഒരു പിഞ്ച് അല്ലെങ്കിൽ 1 സ്പൂൺ കടുക്, മസ്റ്റേർഡ് സീഡ്സ് ഉപയോഗിക്കും അല്ലെ, ഒരു കടുക് ഉപയോഗിക്കും. ഇവിടെ 8 ഗ്ലാസ് കടുക് ഉപയോഗിക്കാനാണ് ഷുഗോറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ അളവും തെറ്റാണ്. 8 ഗ്ലാസ് കാണോ, റെഡിൽ എഴുതിയേക്കാണ് 8 ഗ്ലാസ്, ആ അളവ് തെറ്റാണ്.
ഫൈനലി ആഡ് 1 കിലോഗ്രാം ഓഫ് ഓണിയൻ, 1 കിലോ എന്താണ് സവോള, അതും ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. മിക്സ് എവറിത്തിങ് ആൻഡ് ബോയിൽ ഫോർ 15 മിനിറ്റ്സ്. ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാനാണ്. ഷുഗോട്ടോ റേഡിയോയിൽ കേട്ട ആ കുറിപ്പ് ഷുഗോട്ടോ എഴുതിയതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും അല്ലെ. ഇതൊക്കെയാണ് ഷുഗോട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം തെറ്റാണ്. അളവുകളെല്ലാം തെറ്റാണ്. സാധനങ്ങളെല്ലാം വേണം, പക്ഷെ അളവുകളെല്ലാം തെറ്റാണ്. But Shugoto feels there is something very wrong in the amount of everything. But Shugotoക്ക് മനസ്സിലായി ഈ ഷുഗോട്ടോ എഴുതി വെച്ചിരിക്കുന്ന ഈ കണക്കുകൾ അല്ലെങ്കിൽ അളവുകളിൽ എന്തൊക്കെയോ വലിയ തെറ്റുകളുണ്ട് എന്ന് ഷുഗോട്ടോക്ക് മനസ്സിലായി. പക്ഷെ സാധനങ്ങളെല്ലാം ആവശ്യമുള്ളത് തന്നെയാണ് ആ പാചകത്തിന്, പക്ഷെ അളവിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് ഷുഗോട്ടോക്ക് മനസ്സിലായി. Help him match the things with the right amounts. അപ്പോഴെന്താണ് നമുക്കതൊരു നല്ല അളവ് ഉള്ള ആ അളവുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഈ ചുമന്ന അളവുകളെല്ലാം വെച്ച് ഉപയോഗിച്ച് താഴത്തെ ഈ ടേബിള് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 കിലോഗ്രാം ഓഫ് റൈസ്. ഓക്കെ, ഒരു ഡിഷ് ഉണ്ടാക്കാൻ നമ്മൾ 1 കിലോ റൈസ് എടുക്കും, അരി എടുക്കും. 1/2 കിലോഗ്രാം ദാൽ, പരിപ്പ് 1/2 കിലോ അല്ലെ, 1/2 കിലോഗ്രാം. ഇനി പീസ് എത്ര ഉപയോഗിക്കുമായിരിക്കും? 1 ബോൾ പീസ് ഉപയോഗിക്കും. 1 ബോൾ സ്പെല്ലിംഗ് അവിടെ ഉണ്ട്. 1 ബൗൾ. ഇനി 8 ഗ്ലാസസ് ഓഫ് വാട്ടർ, 8 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനിയോ 2 ഓണിയൻസ്. 2 ഓണിയൻസ് എഴുതിക്കൂടെ? 2 ഓണിയൻസ്, 2 എന്നുള്ളത് നമ്പർ കണ്ടോ? ആഡ് ടു 4, നമ്പർ 4 കണ്ടോ? 2 ആ നമ്പറോട് എഴുതി കൊടുക്കാം. 2 ഓണിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനിയോ 1 പിഞ്ച് സോൾട്ട്. ആ 1 പിഞ്ച് ഓഫ് ഡാൽ, ആ 2 എന്ന് പറയുന്നിടത്ത് 1 പിഞ്ച് ഓഫ് ഡാൽ ആണോ? ആ തെറ്റാണ് അല്ലെ. ആ 1 പിഞ്ച് സോൾട്ട് ആക്കി കൊടുക്കാം. 1 താഴത്തോടെ എഴുതിക്കേ, 1 പിഞ്ച് സോൾട്ട്. ഇനി 1 സ്പൂൺ മസ്റ്റാർഡ് സീഡ്. 2 സ്പൂൺ എന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഫസ്റ്റ് 2 സ്പൂൺസ് ഓഫ് വാട്ടർ ഇൻ ദ പോട്ട് അല്ലെ. ആ 2 സ്പൂൺസ് നമുക്ക് 1 സ്പൂൺ കടുകും 1 സ്പൂൺ മസ്റ്റാർഡ് സീഡ്സും 1 സ്പൂൺ റെഡ് ചില്ലി പൗഡറും ആക്കാം. 2 സ്പൂൺസ് എന്നുള്ളത് നമുക്ക് 1 സ്പൂൺ വീതം 2 സാധനങ്ങൾ ആഡ് ചെയ്യാം. 1 സ്പൂൺ മസ്റ്റാർഡ് സീഡ്സ്, 1 സ്പൂൺ റെഡ് ചില്ലി പൗഡർ. ഓക്കെ, മിസ് ഒന്നുകൂടെ വായിക്കും. ആ ടേബിൾ എല്ലാവരും കൃത്യമായി എഴുതുക. ഫസ്റ്റ് അവിടെ കിടപ്പുണ്ട് 1 കിലോഗ്രാം റൈസ്, 1/2 കിലോഗ്രാം ദാൽ, 1 bowl peas, 8 glasses water, 2 onions, 1 pinch salt, 1 spoon mustard seeds, 1 spoon red chili powder. Okay. ഇനി അടുത്ത പേജ് നമ്പർ 118, ആക്ടിവിറ്റി ടൈം. ഈ ആക്ടിവിറ്റി നിങ്ങളുടെ ഉമ്മായായിരിക്കും എക്സ്പേർട്ട്. വീട്ടിലുള്ള അമ്മ അല്ലെങ്കിൽ ഉമ്മയോട് ചോദിച്ചിട്ട് വേണം ഈ ആക്ടിവിറ്റി എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതണം. വീട്ടിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ വാപ്പിയുടെ കയ്യിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നമ്മൾ ഒരു മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ലിസ്റ്റ് എടുത്ത് കൊടുക്കത്തില്ലേ? ഇതാണ് പോയി കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പലചരക്ക് സാധനങ്ങളുടെ അളവ് എന്ന് പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് കൊടുക്കത്തില്ലേ വാപ്പന്മാരുടെ കയ്യിലൊക്കെ? അത് ആരുടെ പണിയാണ്? വീട്ടിലുള്ള ഉമ്മയുടെ പണിയാണ് അല്ലേ? അപ്പൊ ഉമ്മയോട് നമ്മൾ ലിസ്റ്റ് എടുക്കാൻ പോവുക. അപ്പൊ അത് ഉമ്മയുടെ സഹായത്തോടു കൂടി വേണം എല്ലാവരും ചെയ്യാൻ. ക്വസ്റ്റ്യൻ വായിക്കാം. Make a list of things bought at your home. നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. Find out how much of each thing is bought at one time. അപ്പോൾ മനസ്സിലാക്കുക ഓരോ സാധനങ്ങളും എത്ര വീതമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു സമയം വാങ്ങിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഫിൽ ചെയ്യുക. These things can be rice, oil, chili powder, sugar, milk, onions, ginger, etc. ആ സാധനങ്ങൾ എന്തൊക്കെയാവാം? വീട്ടിലുള്ള എന്തെല്ലാം സാധനങ്ങളാവാം? റൈസ് ആവാം, ഓയിൽ, ചില്ലി പൗഡർ, ഷുഗർ, മിൽക്ക്, ഓണിയൻസ്, ജിഞ്ചർ, എക്സെട്ര. ഓക്കെ, അപ്പൊ വീട്ടിൽ ഏതൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഒരു ദിവസം വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ ഉമ്മയോട് ചോദിക്കുക. എന്നിട്ട് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നെയിം ഓഫ് ദി ഹൗ മച്ച് യു ബോട്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു മാസത്തേക്ക് വേണ്ടി സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിനെല്ലാം ലിസ്റ്റ് എഴുതി കൊടുക്കുന്നത് ഉമ്മയായിരിക്കും. അപ്പൊ ഉമ്മയോട് ചോദിച്ചിട്ട് എഴുതണം കേട്ടോ. മിസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വായിക്കാം. ആ എക്സാമ്പിൾ തന്നെ എഴുതണമെന്ന് മിസ് പറയത്തില്ല. ഉമ്മയോട് ചോദിച്ചിട്ട് പലചരക്ക് സാധനങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് അവിടെ എല്ലാ അളവുകൾ എത്രയാണ് ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്നത് എന്നുള്ള ആ അളവും എഴുതുക. മിസ് വായിക്കാം, കുറച്ച് വായിക്കാം. അത് തന്നെ എഴുതണം നിർബന്ധമില്ല. ഉമ്മയോട് ചോദിച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. തീർച്ചയായും ഈ ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങളുടെ ഉമ്മയുടെ സഹായം വേണം. നെയിം ഓഫ് തിങ് ഹൗ മച്ച് ബോട്ട്. ഫസ്റ്റ് റൈസ്, അരി, ഏകദേശം ഒരു മാസം 5 കിലോ. ഓക്കെ, 5 കിലോഗ്രാം. ഇനി ആട്ട, ATTA ആട്ട 10 കിലോഗ്രാം. ദാൽ, പരിപ്പ് 2 കിലോഗ്രാം. ഓയിൽ
5 ലിറ്റർ. അത് വെള്ളം പോലുള്ള സാധനമാകും. നമ്മൾ കിലോഗ്രാമിന്റെ അളവിൽ പറയത്തില്ല, ലിറ്റർ എന്ന അളവിലായിരിക്കും പറയുന്നത്. 1 ലിറ്റർ, LITRE, ലിറ്റർ, LITRE, ലിറ്റർ. ഓക്കെ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു സമയം വാങ്ങിക്കുന്നതിന്റെ ലിസ്റ്റ് ആട്ടോ. ഓയിൽ 5 ലിറ്റർ, സോൾട്ട് 1 കിലോഗ്രാം, പൊട്ടറ്റോ 5 കിലോഗ്രാം, ഷുഗർ 5 കിലോഗ്രാം, സോപ്പ് 6 പീസ്, സോപ്പ് ഒരു 6 പീസ്, ടീ തേയില 500 ഗ്രാം. ഓക്കെ, കിലോഗ്രാമിനെക്കാട്ടിയും ചെറിയൊരളവാണ് ഗ്രാം. അര കിലോ, ഹാഫ് കിലോ എന്ന് എഴുതാം, ഹാഫ് കിലോഗ്രാം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഹാഫ് കിലോഗ്രാം എന്ന് എഴുതാം, അല്ലെങ്കിൽ 500 ഗ്രാം എന്ന് എഴുതാം, 500 G എന്ന് എഴുതാം. ഓക്കെ, 500 G കിലോഗ്രാമിനെക്കാട്ടിയും ചെറിയ അളവാണ് ഹാഫ് കിലോഗ്രാം, അല്ലെങ്കിൽ ഇങ്ങനെ ഹാഫ് കിലോഗ്രാമിന് ഇങ്ങനെയും എഴുതാം, ഇങ്ങനെ 1/2 കിലോഗ്രാം എഴുതാം, അല്ലെങ്കിൽ 500 കിലോഗ്രാം. ഇത് മൂന്നും ഒന്ന് തന്നെ, ഒരു അളവ് തന്നെയാണ് കേട്ടോ. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം. ടീ 500 കിലോഗ്രാം, സ്പൈസസ് 250 ഗ്രാം, 250 ഗ്രാം, കിലോ 250 ഗ്രാം, G എന്ന് എഴുതിയാൽ മതി ഗ്രാമിന്. ഇനി സോപ്പ് 6 പീസസ്, പിന്നെ എന്തൊക്കെ പറഞ്ഞു മിസ്, ഡിറ്റർജന്റ് പൗഡർ 1 കിലോഗ്രാം. ഓക്കെ, ഇതൊക്കെ തന്നെ എഴുതണം നിർബന്ധം പറയത്തില്ല. നിങ്ങൾ ഉമ്മയോട് ചോദിച്ച് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സമയം വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ ലിസ്റ്റ് എന്താണ് ഇവിടെ എല്ലാവരും എഴുതുക, അതിൻ്റെ അളവുകളെല്ലാം എഴുതുക. പേജ് നമ്പർ 118, പേജ് നമ്പർ 117, പേജ് നമ്പർ 116 വർക്ക്സ് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത് മിസ്സിന് ഹോംവർക്ക് അയച്ചു തരുന്നാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.